ഏതാനും വർഷങ്ങളായി വേനൽക്കാലം നേരത്തെ എത്തുന്നുണ്ട്. പെട്ടെന്ന് കാലാവസ്ഥാ മാറ്റവും സംഭവിക്കുന്നുണ്ട്. അതിനാൽ ചൂട് പെട്ടെന്ന് ഉയരാനിടയാകും. തീരപ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി കൂടുന്നുമുണ്ട്. ശരീരത്തിൻ്റെ വിയർപ്പ് ബാഷ്പീകരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടാവുകയും 35 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ 40 ഡിഗ്രിയുടെ ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. 2020 40 ഡിഗ്രിയായിരുന്നു വെള്ളാനിക്കരയിൽ ഏപ്രിലിൽ അനുഭവപ്പെട്ടത്. ഈ ആണ്ടിൽ അത് ഫെബ്രുവരിയിലോ മാർച്ചിലോ ആകാമെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ നിഗമനം. കഴിഞ്ഞ വർഷം പ്രാദേശികമായി 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാലക്കാട് എരിമയൂരിൽ രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസ് വേനൽ ചൂടാണ്. വരും ദിവസങ്ങളിൽ തൃശ്ശൂരിലും അനുഭവപ്പെട്ടേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇപ്പോൾ അനുഭവപ്പെടുന്ന കാറ്റ് അടുത്ത ആഴ്ചയോടെ ഇല്ലാതാകുകയും രാവിലെ അനുഭവപ്പെടാറുള്ള മഞ്ഞ് തീരെ കുറയുകയും ചെയ്യുന്നതോടെയാണിത് സംഭവിക്കുക. കഴിഞ്ഞ 2 മാസങ്ങളിലായി മുൻകാലങ്ങളേക്കാൾ വ്യാപകമായി കാറ്റ് വീശി. പാലക്കാട് ചുരം കടന്നെത്തുന്ന വരണ്ട കാറ്റിൽ ജലക്ഷാമവും രൂക്ഷമാണ്. കൃഷിയിടങ്ങളിൽ വെള്ളം കുറഞ്ഞു. ഡാമുകളിലെ ജലനിരപ്പും പെട്ടെന്ന് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇനി കാറ്റില്ലാതാവുകയും പെട്ടെന്ന് ശരീര താപനില ഉയരുകയും ചെയ്യുന്നത് സൂര്യാഘാതവും ഹൃദ്രോഗങ്ങളും ശ്വാസസംബന്ധമായ രോഗങ്ങളും പ്രമേഹ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ബാധിക്കാൻ സാധ്യതയുള്ള രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം തന്നെ കേരളം ഇടം പിടിച്ചിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതിനാൽ തീപിടുത്തങ്ങളും കൂടി. നഗരത്തിൽ തന്നെ 2 തവണയാണ് ആക്രി സാമഗ്രികൾക്ക് തീപിടിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കരുതെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും നടപ്പാവുന്നില്ല എന്നതാണ് സത്യം. തോട്ടങ്ങളിൽ തീപിടിക്കാൻ സാധ്യത കൂടിയതിനാൽ കർഷകരുടെ ഉള്ളിലും തീയാണ്. തോട്ടങ്ങളിലെ മരങ്ങളിലെ ഇലകൾ കൊഴിഞ്ഞു. കരിഞ്ഞുണങ്ങിയ ഇലകൾ കൂടിക്കിടക്കുന്ന ഇടത്ത് ഒരു തീപ്പൊരി മതി എല്ലാം വെന്തു വെണ്ണീറാകാൻ. വേനൽ ചൂട് പാലുൽപാദനം ഗണ്യമായി കുറച്ചു. ക്ഷീരസംഘങ്ങളെയും പ്രതിസന്ധി ഇത് ബാധിക്കുന്നുണ്ട്. പുല്ലിൻ്റെയും വൈക്കോലിൻ്റെയും ലഭ്യത കുറവും കാലിത്തീറ്റയുടെ വിലവർധനയും മൂലം ക്ഷീരമേഖലയിൽ നിന്ന് കർഷകർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കാലാവസ്ഥയുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ കൊടും വരൾച്ചയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.